ಬಂದವಂಗೆಲ್ಲ ಉರವುತ್ತಾರೆ ಅಂತ. ಗಂಗಾ ಮೀನಾಕ್ಷಿ ಉಸಿರು. ഗലീലിയായിൽ ഫരീസിയന്മാരുടെ വീട്ടിൽ വിരുന്ന് നടക്കുമ്പോൾ മഗ്ദലന മറിയം യേശുവിന്റെ കാൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയത് ഈ പാത്രത്തിലാണ്. ആ പരീസിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ, വിട്ടുപോയി. ഓർമ്മിക്കുമ്പോ ഞാൻ വിളിച്ചു പറയാം. ഇതിന്റെ മതിപ്പ് വില ഏകദേശം 100 കോടി രൂപയാണ്. അതിനപ്പുറം വന്നെങ്കിലേ ഉള്ളൂ. സി മിസ്റ്റർ കാസ്പർ. നോ, ജോൺ കാസ്പർ. യെസ്, ജോൺ കാസ്പർ. പാത്രം നിങ്ങളുടേത് ആയതുകൊണ്ടും നിങ്ങളൊരു പുരാവസ്തു സൂക്ഷിപ്പുകാരനായതുകൊണ്ടും അതിന്റെ വില നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. എങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ? ധൈര്യമായി ചോദിക്കണം സാർ. പാത്രം മോഷണം പോയില്ലല്ലോ, മോഷ്ടിക്കാൻ ശ്രമം നടന്നല്ലേ ഉള്ളൂ. ആളെ പിടിക്കുകയും ചെയ്തു. ഇനി ഒത്തുതീർപ്പാക്കിക്കൂടെ ഈ കേസ്? മിസ്റ്റർ ഓഫീസർ, നിങ്ങൾക്ക് മുകളിലും വേറെ ഓഫീസേഴ്സ് ഉണ്ട്. അത് അപ്രോച്ച് ചെയ്യണോ ഞാൻ? അതിന്റെ വിലയും മൂല്യവും എന്തെന്ന് അറിയില്ല നിങ്ങൾക്ക്. യേശുവിന്റെ പാവനമായ പാദങ്ങൾ സ്പർശിച്ച അതിൽ തൊടാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പറയണം മിസ്റ്റർ ഓഫീസർ, അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? ടെൽ മീ. ഇല്ല. എങ്കിൽ നിങ്ങൾ ഈ കേസ് തീർപ്പാക്കി തരണം. I respect you. തീർപ്പാക്കി തരാം. Pity on you. Do something. തീർപ്പാക്കി തരാടാ. അവന്റെ ഒരു ഡു സംതിങ്. ആരാണയല്? പേര് ജോൺ കാസ്പർ. കാസ്പർ എന്നെല്ലാവരും വിളിക്കും. പുരാവസ്തു സൂക്ഷിപ്പുകാരനാ. അയാൾക്ക് അരവട്ടാന്നെല്ലാരും പറയുന്നേ. സ്വർണ്ണ വിഗ്രഹം വരെ കണ്ണോട് കാണാതെ അപഹരിച്ചു കൊണ്ടുവന്ന് ഈ കൈവെള്ളയിൽ വെച്ച് തന്നിട്ടുണ്ട് കുഞ്ഞാറ്റ. ഒരു കിളിക്കുഞ്ഞു പോലും അറിയാതെ. ഒടുവിൽ പിടിയിലായത് 50 രൂപ വില തികച്ചു വരാത്ത ഒരു ചെമ്പു പാത്രത്തിന്റെ പേരില്. അവളെ അവര് സോഫിക്കടുത്തേക്ക് കൊണ്ടുപോയല്ലേ? അതെ മാഡം. മാഡം വിഷമിക്കേണ്ട. താമര ഇങ്ങോട്ടെന്ന് തിരിച്ചു വന്നോളും. നമുക്കറിയില്ലേ അവളെ. ഇനിയിപ്പോ ആരോട് ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ താമരയല്ല, സോഫിയുടെ മകൾ കുഞ്ഞാറ്റ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു മാഡം. ഇതുവരെ നേത്രാവതി ആർജിച്ചതിൽ ഏറ്റവും വലിയ സ്വത്ത് അതവളായിരുന്നു, എന്റെ കുഞ്ഞാറ്റ. എന്നെങ്കിലും അവളെ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയം ഉണ്ടായിരുന്നു എനിക്ക്. അവളുടെ പെറ്റമ്മ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നറിഞ്ഞിട്ടും അവളെയും കൊണ്ട് ഈ നാട് വിടാതിരുന്നതും എന്റെ തെറ്റ്. കുഞ്ഞാറ്റയെ കൂടാതെ ഏഞ്ചലിനെ കൂടി ഈ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അതിമോഹം, അതാണ് വിനയായത്. ഞാൻ തന്നെ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെടില്ല മാഡം. അവൾ മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. ഉറപ്പില്ല. വാരിക്കൊടുക്കാൻ സ്നേഹം, പൊന്നും പൂവും ചൂടിക്കാം, കൂടെ കിടത്തി ഉറുക്കി മുത്തങ്ങൾ കൊണ്ട് മൂടാം. പക്ഷേ രക്തത്തെ തൊടില്ല. മറ്റെന്തിനേക്കാളും കട്ടിയുണ്ട് രക്തബന്ധത്തിന്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. പ്രത്യേകിച്ചും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. എത്ര പിണങ്ങി മാറി നിൽക്കാൻ ശ്രമിച്ചാലും അതെപ്പോഴെങ്കിലും കെട്ടുകൾ പൊട്ടിച്ചൊന്നിച്ചു ചേരും. ആ നിമിഷമാണ് ഈ നേത്രാവതി ഭയക്കുന്നത്. മോളെ, കുഞ്ഞാറ്റെ, ഈ പാല് കുടിച്ചേ.
മതി സോഫിയമ്മേ, വയറ് ആ പൊട്ടാറായി. ഒന്നും പറഞ്ഞാ പറ്റില്ല, ഇത് കുടിച്ചേ വേഗം. മോള് വാ വാ, വരാനല്ലേ പറഞ്ഞേ? ചേച്ചി വാ. കണ്ടില്ലേ? കേറി വാ കുഞ്ഞാറ്റെ. എന്നെ താമരെന്ന് വിളിച്ചാ മതി. ഞാൻ നേത്രാവതി അമ്മയുടെ മാത്രം കുഞ്ഞാറ്റ. അതും തികഞ്ഞു. വീടും വീട്ടുകാരെയൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നേരത്തെ അറിയാലോ അവൾക്ക്. വാ മോളെ. വാ മോളെ. നല്ലതൊന്നും ശീലിച്ചിട്ടില്ല അല്ലേ? കേറി വാ. ചേച്ചി, നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ? സോറി ചേച്ചി, അതാ ചേച്ചി പ്രസവിച്ച കുഞ്ഞ്, കുഞ്ഞാറ്റ. എന്തിനാ സാമൂല നീ ഇങ്ങനെ കള്ളം പറയുന്നേ? ആ ആനയ്ക്ക് ഇവളെ കൊടുക്കാനാണോ? ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കി ചേച്ചി. എന്റെ കുഞ്ഞിനെ ആരൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലും നീ അതിന് കൂട്ടി നിൽക്കരുത് സാമൂലെ. ചേച്ചി പോ, പോവാനാ പറഞ്ഞേ, പോ. ചേച്ചി, സോഫി ചേച്ചി, ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക് ചേച്ചി. സോഫി ചേച്ചി, ചേച്ചി. എന്താ ഇത്? ഏഞ്ചലിന്റെ ഉടുപ്പുകളാ. നിനക്ക് പാകാവോന്നറിയില്ല, തൽക്കാലം ഇതിട്. പിന്നെ ഇച്ചായനോട് പറഞ്ഞ് പുതിയത് വാങ്ങാം. എനിക്കൊന്നും വേണ്ട. പിന്നെ ഇതിട്ടോണ്ട് നടക്കാന്നാ? ഞാൻ എപ്പോഴും ഇതല്ലേ ഇടുന്നത്, പിന്നെന്താ കുഴപ്പം? ഇതാണോ ഒരു കുട്ടിയിട്ടോണ്ട് നടക്കുന്ന വേഷം? ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് കിടക്കാൻ നീ ആരാ, ഭൂലൻ ദേവിയോ? എന്തെങ്ങനെ നോക്കുന്നേ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എന്ത് കാര്യമായാലും. നാൻസി, മോളകത്തേക്കല്ലേ? അകത്തെവിടെ? ഇത് നിങ്ങളുടെ വീടല്ലേ? ഓ, ഈ വീടിന്റെ ഏത് ഭാഗം നിനക്ക് അറിയാൻ മേലാത്തെ? ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ടാണോ നീ ഇവിടെ മോഷ്ടിക്കാൻ കയറിയത്? എന്നെ എന്തിനാ നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തിയാ പോരായിരുന്നോ? പ്ലീസ് നാൻസി, മോള് മുകളിലേക്കല്ലേ, അവിടെയാ സോഫിയമ്മയുടെ റൂം. മതിയായി ചായ. നാൻസി, ഇനി ഇങ്ങനെ മെരുങ്ങാത്ത കാട്ടുമൃഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു വാ.
കാഴ്ച ബംഗ്ലാവിന് കാവൽക്കാരിയായി ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. മോള് പേടിക്കണ്ട കേട്ടോ. മോളെ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ. ഇച്ചായം പറ, ഇനി എന്ത് ചെയ്യണമെന്ന്? ആ കുട്ടി ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഇച്ചായനായിരുന്നല്ലോ നിർബന്ധം. എന്നിട്ട് കുഞ്ഞാറ്റെന്ന് പറഞ്ഞെടുക്കുന്ന സോഫി ചേച്ചി ആ കുഞ്ഞിന്റെ മുഖത്തുനിന്ന് നോക്കെങ്കിലും ചെയ്തോ? നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോ അസുഖം ഭേദമാകുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം വിഡ്ഢിവേഷങ്ങൾ കെട്ടി മറ്റുള്ളവര്. എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? നാൻസിക്ക് മടുത്തോ ഇത്ര വേഗം? മനസ്സിലായില്ല. നാൻസിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നമുക്കൊരുമിച്ചുള്ള ജീവിതം മടുത്തോ എന്നോ അതോ എന്റെ ചേച്ചിയെ മടുത്തോ എന്നോ? എന്നുവെച്ചാ ചേച്ചിയെ ഒഴിവാക്കി നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഇല്ല എന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നാൻസിക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. മനസ്സിലായി ചയ. മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്തു മാറ്റോ നാൻസി? ഞാനിവിടെ കിടന്ന് നീറുന്നത് നീ കാണുന്നില്ലേ? ഈ അവസ്ഥയിൽ ഒരു ഭാര്യ ഭർത്താവിനൊപ്പം നിൽക്കുകയാണോ വേണ്ടത് അതോ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ഒപ്പം നിൽക്കുമായിരുന്നു. ഭാര്യയുടെ വാക്കിന് കുറച്ചെങ്കിലും വില തന്നിരുന്നെങ്കിൽ. ഏഞ്ചലിന്റെ കൂട്ടുപിടിച്ച് കുഞ്ഞാറ്റാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിലക്കിയതാ. ഏഞ്ചലിന്റെ അച്ഛനമ്മമാർക്ക് തിരികെ കൊടുക്കാനും ചേച്ചിയെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാനും പറഞ്ഞു. കേട്ടില്ല. അതിനു പകരം ചേച്ചിയുടെ ഭ്രാന്തിനൊപ്പം അഭിനയിക്കായിരുന്നു മറ്റുള്ളവരും. ഇപ്പൊ നൊന്ന് പ്രസവിച്ച കുഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതിന് വേണ്ട. ഇനി എന്ത് ചെയ്യുമെന്നാ ഞാൻ ചോദിക്കുന്നത്? ഏഞ്ചല് തന്നെയാ കുഞ്ഞാറ്റാന്ന് പറഞ്ഞ് ഇച്ചായം വീണ്ടും അഭിനയിക്കും. അതല്ല താമരയാ കുഞ്ഞാറ്റാന്ന് പറഞ്ഞ് ഇച്ചായം വെച്ചു മാറും. അതല്ലെങ്കിൽ വേറെയും കുഞ്ഞാറ്റന്മാര് വരൂ. ചേച്ചിയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കാൻ ഇനി ഞാൻ പറയില്ല ചായ. അതിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാ ഭ്രാന്താശുപത്രി. ചേച്ചിയെ ഒഴിവാക്കി നമുക്കൊരു ജീവിതം ഇല്ലാത്തതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. എന്താ മുതലാളി ഇത്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അഗസ്ത്യ സീസർ ഭക്ഷണം കഴിച്ച പാത്രം. അതിപ്പോ ഏറ്റവും വലിയ ദരിദ്രന്റെ ഇരിക്കുന്നു. നീ വല്ലതും പറഞ്ഞോടാ? അല്ല, എടുത്തു വച്ച ഉപകരിക്കുമെന്ന് പറയുമായിരുന്നു. അവന് വിവരം വെച്ച് തുടങ്ങി. എടാ, ആരോ വന്നു, ചെന്ന് നോക്ക്, ചെല്ല്.
ജോൺ കാസ്പർ. ആ, ഇവിടെ ഉണ്ടല്ലോ. വരണം മേഡം. ഓ, മുതലാളി, ഏ? ദേ, വരണം മേഡം, വരണം. ആ. ഇതിന്റെ ഉള്ളിലല്ലേ നിങ്ങളുടെ പുരാവസ്തു ശേഖരം? അതെ മേഡം, മേഡത്തിന് എന്താണോ വേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ചൊരു സാധനം ലക്ഷ്യമിട്ടല്ല ഞാൻ വന്നത്. നിങ്ങളെക്കൊന്ന് കാണണം, പരിചയപ്പെടണം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. സന്തോഷമായി. മേഡത്തിനെ പോലുള്ള വലിയ ആൾക്കാരുടെ സന്ദർശനം കൊണ്ട് ഈ ഭവനം കൃതാർത്ഥമായി. ആ, എനിക്കൊന്ന് കാണാനൊക്കോ ഇവിടുത്തെ പുരാവസ്തു ശേഖരം? ഓഫ് കോഴ്സ്, വരൂ വരൂ. വരൂ 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 വരൂ. വെൽക്കം വെൽക്കം വെൽക്കം. മഗ്ദലന മറിയം യേശുക്രിസ്തുവിന്റെ കാൽ കഴുകിയ പാത്രം ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, ദാ, ഇതാണ്. മെല്ലെ, മെല്ലെ. ഇതിന് എന്ത് വില വരും? ഉദ്ദേശം ഒരു 2 കോടി രൂപ. ഇതൊരു സാധാരണ ചെമ്പ് പാത്രമല്ലേ, ഏത് പാത്രക്കടയിലും വാങ്ങാൻ കിട്ടുന്നത്. ശരിയാണ് മാഡം, ഇതുപോലുള്ള പാത്രങ്ങൾ ഏത് പാത്രക്കടയിലും കിട്ടും. പക്ഷേ യേശുക്രിസ്തുവിന്റെയും മഗ്ദലന മറിയത്തിന്റെയും കരസ്പർശമേറ്റ പാത്രം ഇത് മാത്രമേ ഉള്ളൂ മാഡം. കടുത്ത വിശ്വാസിയാണെങ്കിൽ 2 അല്ല 20 കോടി തന്ന് വാങ്ങും മാഡം. ഉദാഹരണമായി ഇതൊരു സാധാരണ പാവയാണെന്ന് മാഡത്തിന് തോന്നും. ജർമ്മനിലെ നാസി പടയാളികളെ പേടിച്ച് കാസ്പറിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണല്ലേ? മാഡം, ഒരു കാര്യം പറഞ്ഞ ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ആളുകൾ എന്നെ വാക്കിംഗ് ലൈബ്രറി എന്നാണ് വിളിക്കുന്നത്. എന്ത്? നടക്കുന്ന ഗ്രന്ഥശാലയെന്ന്. ആ കിടക്കാരെന്നല്ലേ. മാഡം എന്താണ് വാങ്ങുന്നത്? വാങ്ങണം. ഞാൻ വീണ്ടും വരാം. വരേണ്ടി വരും. വെൽക്കം. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഡം. ഓക്കെ. അതും പോയി. അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ടായിരുന്നു മുതലാളി. എന്ത്? ഈ 2 കോടി 3 കോടി എന്നൊക്കെ പറയാതെ വില 200 300 പറഞ്ഞിരുന്നെങ്കിൽ നാളത്തെ ചെലവെങ്കിലും നടന്നേനെ മുതലാളി. പോടാ. ഓടാ. ആനി, എങ്ങോട്ടാ? ഇനിയെങ്കിലും എനിക്ക് എന്റെ ഏഞ്ചൽ മോളെ മടക്കി വേണം ഇച്ചായ. സഹിക്കാവുന്നതിന്റെയും പൊറുക്കാവുന്നതിന്റെയും പരമാവധിയായി. ഇനി വയ്യ. അവളുടെ നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ അതെന്നും പറഞ്ഞ് എന്റെ ഏഞ്ചൽ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഏഞ്ചൽ അല്ല ആ കുട്ടിയെന്ന് കുഞ്ഞാറ്റെ പിടിച്ചോണ്ട് പോയ ആള് തന്നെ അവളോട് പറഞ്ഞു. അവള് സമ്മതിച്ചില്ല. ഇപ്പോ നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ തന്നെ അവളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി കൊടുത്തില്ലേ? അതാണ് കുഞ്ഞാറ്റിയെന്ന് എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞില്ലേ? എന്നിട്ടും സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇനി ഈ ഭ്രാന്തിന് കൂടെ പിടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യച്ചായ. ഇനി ഈ കാണിക്കുന്നതിന്റെ പേര് ഭ്രാന്തെന്നാണെങ്കിൽ അത് മാറ്റി കൊടുക്കാനുള്ള മരുന്നും എന്റെ കയ്യിലുണ്ട്. നന്നായി. ഓ, പോയി കൂട്ടിക്കൊണ്ടുവാ. ഒരു കാര്യം കൂടി പറയാം. അവിടെ ചെന്ന് അങ്കം ജയിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഏഞ്ചൽ മോള് നിന്നോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ഇപ്പോഴും പറഞ്ഞു സോഫിയ ഏഞ്ചൽ മോളെ പിടിച്ചു വച്ചിരിക്കണേന്ന്. ആണോന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. പപ്പയമ്മയും തിരിച്ചറിയാൻ പ്രായം തികയാത്തൊരു കുട്ടിയല്ല ഏഞ്ചൽ മോള്. ഏഞ്ചലിനറിയാം
സോഫിയ അല്ല അവളുടെ അമ്മയെന്ന്. ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടുന്ന് ഓടിപ്പോരാം. സോഫിയോട് ദേഷ്യത്തോടെ പെരുമാറുകയും വെറുപ്പിക്കുകയും ചെയ്യാം. ഇതൊന്നും അവളവിടെ ചെയ്യാത്ത എന്താണെന്ന് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവള് വിട്ടുപോയ ഭ്രാന്ത് കൂടി സോഫിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നോ ചങ്ങലക്കിടേണ്ടി വരുമെന്നോ കരുതിയാണോ അവൾ അവിടെ നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ സോഫിയുടെ സഹോദരൻ സാമുലിന് തോന്നുന്നത് ന്യായമാ. ഏഞ്ചൽ മോളുടേത് ആ ന്യായമല്ല, ദൈവത്തിന്റെ ന്യായമാ മാധവ് തോന്നിപ്പിക്കുന്നത്. എന്നതാ ന്യായം? എനിക്കിവിടെ അറിയണോ അത്? സാമുല് ചിന്തിക്കുന്ന പോലെ തന്നെയാ ആദ്യം ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷേ സോഫിയുടെ കുഞ്ഞാറ്റ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ മനസ്സിലായി ദൈവം കൽപ്പിച്ചിരിക്കുന്നത് വേറെയാണെന്ന്. കുഞ്ഞാറ്റെ സോഫിക്ക് മടക്കി കൊടുക്കാനുള്ള ദൗത്യമാ മാതാവ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മടക്കി കൊടുത്തില്ലേ? മടക്കി കൊടുക്കുന്നത് ആ പഴയ കുഞ്ഞാറ്റായിട്ടാവണം. അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ പഴയ കുഞ്ഞാറ്റ. അതിന് കുറച്ച് സമയം വേണം. എത്ര സമയം? മാതാവ് കൽപ്പിക്കുന്ന സമയം. എന്തായാലും കാത്തിരുന്ന നാൾ അത്രയും വേണ്ടി വരില്ല. അത്രയും നാൾ ഞാൻ സംയമനം പാലിക്കണമെന്നാണോ ഇച്ചായൻ പറയുന്നത്? നമ്മള് സംയമനം പാലിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ തീർപ്പ് എന്നൊന്നുണ്ടാനി അതേ നടക്കൂ. ഒരിക്കൽ സാമുൽ തന്നെ ഏഞ്ചൽ മോൾ എവിടെ കൊണ്ട് ഏൽപ്പിച്ചതല്ലേ? വീണ്ടും അവൾ അവിടെ തന്നെ എത്തിയതെങ്ങനെയാ? സോഫി ഇവിടെ വന്ന് പിടിച്ചോണ്ടുപോയതാണോ? അല്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ നീ പറഞ്ഞു ഏഞ്ചൽ മോള് തിരിച്ചു വരുമ്പോഴേ മാതാവിന്റെ ചിത്രത്തിന് ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ. അത് ഞാനും സമ്മതിച്ചു. പക്ഷേ പറഞ്ഞതിൽ ഒരു തിരുത്തു വേണ്ടി വരും ആനി. ഏഞ്ചൽ മോള് സ്വമേധയാ തിരിച്ചു വരുന്ന ദിവസം വരുമെന്ന്. നമ്മൾ ഏഞ്ചൽ മോളെ കൂട്ടാൻ പോകുന്നില്ലേ അമ്മച്ചി? വാ അമ്മച്ചി, നമുക്ക് ഏഞ്ചലേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം.